നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പി.വി. അൻവർ MLA-യുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തിയാർജിക്കുകയാണ്. നാളെ ഈ പ്രതിഷേധം കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് കെ. സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇന്ന് പോലീസുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടിയപ്പോൾ ആ സംഘർഷം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പ്രതിഷേധം പരിധി വിട്ടോ അതോ പ്രതിഷേധത്തെ അടിച്ചൊതുക്കുകയാണോ എന്നാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വെള്ളമുണ്ടയിൽ നിന്ന് സൂപ്പിയാണ്. സൂപ്പി, താങ്കൾ എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു? സംസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിന് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്ന സൂചനകളാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? നമസ്കാരം. ഹലോ, നമസ്കാരം, കേൾക്കാം, പറയൂ. ഈ യൂത്ത് കോൺഗ്രസിന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പോ. അപ്പോ ഇതുപോലത്തെ സമരങ്ങൾ ആരാ എന്തൊക്കെ ആഹ്വാനം ചെയ്യുന്നതെന്ന് കാത്തിരിക്കുക. കാരണം ഈ സമരം കൊണ്ട് കേരള സർക്കാരിന് ദോഷമല്ല, ഗുണമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് മദ്യം ഇഷ്ടംപോലെ ഒഴുക്കിയിട്ടാണ് ഇത്ര സമരങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് ആളെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അനിൽ വർക്കീന് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണോ നിങ്ങൾ അയാളെ എങ്ങനെ അടിച്ച് തല പൊട്ടിക്കുന്നത്? പോലീസ് തല പൊട്ടിക്കുന്നത് വെച്ചാല് പോലീസിന്റെ ബാരിക്കേഡൊക്കെ അടിച്ച് തെറിപ്പിക്കാൻ നോക്കിയാൽ അടി കിട്ടൂലേ? അടി മാത്രമല്ല, അത് എല്ലാവർക്കും കിട്ടുന്നില്ല കേട്ടോ. പോലീസ് ജീപ്പിൽ കയറി നിന്ന് ചില നേതാക്കളൊക്കെ ബഹളം വെച്ചപ്പോ അവരെ എങ്ങനെ അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്നതും ഞങ്ങൾ കണ്ടതാണ്. അത് അടി മാത്രമല്ല കേട്ടോ, ഇനി വെടിയും കിട്ടുന്ന അടുത്ത ആഴ്ച നാളെയാട്ടം ഉണ്ടെന്നാ പറഞ്ഞത്. സുധാകരൻ ശ്രദ്ധിച്ചോട്ടെ, കാരണം കേരള പോലീസിനോട് കളിച്ചാല് ഏതായാലും സുധാകരൻ പറഞ്ഞത് കേട്ടോ, പോലീസ് വന്നാലും പട്ടാളം വന്നാലും വെടിവെച്ചാലും സമരം ഇവിടെ നിൽക്കില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും ചോര വീഴ്ത്തിയും ഞങ്ങളെ ഒതുക്കാൻ നോക്കേണ്ട, അതിന് ശ്രമിക്കുന്ന ഓരോ പോലീസുകാരനെയും നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കുറച്ചു മുമ്പേ നിങ്ങൾ ഡയലോഗ് തുടങ്ങത്തിന് മുമ്പേ ഞാൻ കേട്ടു ആ ഡയലോഗ്. ആ ഡയലോഗ് സുധാകരൻ കേരളത്തിൽ ചിലവാകുമെന്ന് തോന്നില്ല. കാരണം ആരെ കണ്ടിട്ടാണ് സുധാകരൻ ഇത്രയും കളി കളിക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്ബദ്ധരാ. കാരണം സമരം വേണ്ടാത്തതിനാണ്. കാരണം വേണ്ടതിന് സമരം നടത്താം. ഇത് ഏതൊക്കെ ഒരു അൻവറോ മറ്റോ വളർന്നതിന് അതിനാണോ സമരം നടത്തുന്നത്? കാരണം കേരളത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും സമരം ചെയ്യാൻ ഇവർക്ക് നേരമില്ല. വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. കാസർഗോഡ് നിന്ന് സന്തോഷ് വിളിക്കുന്നുണ്ട്. സന്തോഷ്, ഈ സമരം അനാവശ്യ സമരമാണ് എന്നൊരു പ്രേക്ഷകൻ ഇപ്പൊ പറഞ്ഞോളൂ. സന്തോഷിന് എന്ത് തോന്നുന്നു? ഇത് അനിവാര്യമാണോ അനാവശ്യമാണോ? അല്ല, ഈ സൂഫിക്കൊന്നും നേരം പുലർന്നില്ലേന്ന് എനിക്ക് ചോദിക്കണം. കാരണം ഇത്രമാത്രം മാധ്യമങ്ങളിലൂടെ ഓരോ ഇത് വരുന്നത് ഓരോ ദിവസങ്ങളില് ഇങ്ങനെ വരുമ്പം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കുക. കാരണം ഈ എനിക്ക് തോന്നുന്നു സന്തോഷ് കുമാർ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? തിരുവനന്തപുരം യുദ്ധക്കളമായി മാറിയോ? ഇത് വരും ദിവസങ്ങളിലും പ്രതിഷേധത്തിന്റെ ധ്വനികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാകേണ്ടത്, അല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ യൂത്ത് കോൺഗ്രസോ സമരം ചെയ്തില്ലെങ്കിൽ പറയും പ്രതിപക്ഷം നിഷ്ക്രിയമെന്ന് പറയും. അവന് ചെയ്താൽ പറയും അത് അക്രമാസക്തമായി എന്ന് പറയും. അങ്ങനെയാണോ? അങ്ങനെയാണ്. എല്ലാ ദിവസവും യൂത്ത് കോൺഗ്രസ്സുകാരും മഹിളാ കോൺഗ്രസ്സുകാരും എല്ലാം ഈ DYFI ഗുണ്ടകളായ പോലീസുകാരെ ഈ തല്ലും വാങ്ങിക്കൊണ്ടാണ് ദിവസവും പോകുന്നത്. തല്ല് വണ്ടയും പൊടിച്ച് കാലും പൊടിച്ച് കൈയും പൊടിച്ചാണ് ഈ യവന്മാർ വിടുന്നത്. സമരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത്രമാത്രം അന്യായമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ജനങ്ങളോ പ്രതിപക്ഷമോ അല്ല പറയുന്നത്. ഭരണപക്ഷി MLA പറയാണ് ഇതിനകത്ത് കൊള്ളയും കൊലയും സ്വർണ്ണക്കടത്തുമാണ് നടത്തുന്നതെന്ന്. ഇത് BJPയും ഇടതുപക്ഷവും കൂടെ ചേർന്ന് ഭരിച്ചിട്ട് പ്രതിപക്ഷം മോശമെന്ന് പറഞ്ഞ് BJP ഇടയ്ക്ക് 2 വോട്ട് കിട്ടാനുള്ള മാർഗമാണ് അവർ നോക്കുന്നത്. പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം ഇവിടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊള്ളയാണ് നടക്കുന്നത്, കൊള്ളക്കടത്താണ് നടക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഇതിന് നടപടി വെച്ചുകൂടായിരുന്നു. അതിന് പോലെ ഇദ്ദേഹത്തെ രക്ഷിക്കുകയല്ലേ ചെയ്യണത്. പിന്നെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക്
സതീശൻ അത്ര കോടി വായിച്ചു ഇത്ര കോടി വായിച്ചു ഇതെന്താ അന്വേഷിച്ചൂടെ? പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞ് അന്വേഷിക്കണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അറിയണമല്ലോ, പ്രധാനമന്ത്രി സതീശനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് അറിയണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയല്ലേ സമരം ചെയ്യണത്? ഇത് സമരം ചെയ്യാതെ എന്ത് ചെയ്യും? ഇന്നൊരു കാര്യം ആലോചിച്ച് വരുമ്പോഴത്തേക്ക് 5 നാളെ പുതിയതുണ്ടാവുകയാണ്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. കുഞ്ഞഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മേപ്പയൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. അതിനുമുമ്പ് ഈ ഒരു അബ്ദുൾ റഫീഖ് സ്ഥലം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നിരിക്കുന്നു. പോലീസിൻ്റെ അടികൊണ്ട് ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും ഇനി ആ വഴിക്ക് വരില്ല എന്നാണ് അബ്ദുൾ റഫീഖ് പറയുന്നത്. ഏതായാലും ഈ അടി കൊള്ളുന്നത് കണ്ട് ആനന്ദിക്കുകയാണോ അബ്ദുൾ റഫീഖെ എന്ന് ചോദിച്ചു പോവുകയാണ്. ഏതായാലും മേപ്പയ്യൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ കുഞ്ഞഹമ്മദിന് ഈ രംഗങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഹലോ, കേൾക്കാമോ കുഞ്ഞഹമ്മദ്? കേൾക്കാം സാറേ. നമസ്കാരം. സാറേ, ഒരു പോലീസുകാരനെ മൃഗീയമായിട്ട് ആണെന്ന് പിന്നെ ഇവര് തല്ലിത്തളിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എടുത്തു പറയണം. പോലീസിനും കിട്ടി. 3.5 കൊല്ലമായി കോൺഗ്രസ്സുകാർ സമരവും കൊണ്ട് തുടങ്ങിയിട്ട് ഏതെങ്കിലും സമരം വിജയിച്ചായി നിങ്ങൾ പറയോ? സമരങ്ങൾ വിജയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സമരം ചെയ്യാതിരിക്കണം എന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? ശരിയായി പറയും. പോലീസ് രാജ്യം എടുത്ത് ഓടക്കോല് പിടിക്കാനാണ്. പോലീസിനെ പ്രയോഗിച്ചാൽ പോലീസ് തല്ലാണ്ടിക്കുവോ? ഇപ്പൊ പോലീസ് തല്ലാതിരിക്കുന്ന രംഗം ഒരുപാട് ഞാൻ കണ്ടു. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ആളുകള് പൂച്ചട്ടിയൊക്കെ എടുത്ത് തലക്കടിക്കുമ്പോഴൊക്കെ പോലീസ് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ടൊക്കെ ഞാൻ ചോദിച്ചാണ്. ചില ആളുകൾ പ്രതിഷേധവുമായി പോലീസ് ജീപ്പിന്റെ മുകളിലൊക്കെ കയറിയിരിക്കുമ്പോൾ പോലീസിനെ വെല്ലുവിളിക്കുമ്പോൾ പോലീസുകാർ ഇങ്ങനെ വീണുകയാണ് അപേക്ഷിച്ച് താങ്ങിയെടുത്തുകൊണ്ട് പോകുന്നതിന്റെ എത്രയോ ദൃശ്യങ്ങൾക്ക് ഞങ്ങളുടെ മാധ്യമ ക്യാമറകൾ സാക്ഷിയായി. അപ്പൊ ഇത് രാഷ്ട്രീയം നോക്കിയൊക്കെയുള്ള അടിയാണ്. അത് കൊള്ളാം. നമ്മളെപ്പോഴത്തെ മനുഷ്യന്മാരുടെ പോലീസുകാർ ഓല ഇങ്ങനെ വേദനിപ്പിച്ചാൽ ഓല് പറയോ? ശരി, ഏതായാലും അതൊക്കെ ശരി തന്നെ. പക്ഷെ അത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ രസകരമായ കാര്യം. ഏതായാലും കെ സുധാകരൻ ശക്തമായ ഭാഷയിലാണ് ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും രാജൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഈ അടി കണ്ട് ചിലരൊക്കെ ആനന്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ യൂട്യൂബ് കമൻറ്റ് വായിക്കുമ്പോൾ പോലീസിൻ്റെ അടി കൊണ്ടു യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി ആ വഴി വരില്ല എന്നൊക്കെ ഉള്ള കമൻറ്റ് അബ്ദുൾ റഫീഖിനെ പോലുള്ളവർ ഇതിൽ ഇടുന്നുണ്ട്. ശ്രീ രാജന് കാണുമ്പോൾ ഇത് വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണോ മനുഷ്യരെ തല്ലുന്നത്, അതോ ഇത് വേണ്ടതാണ്? എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ആ അബിദ് വർഗി പാവം ആ സ്വന്തം വീട്ടിൽ കിടന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ പോലീസുകാർ ആ വീട്ടിൽ കയറി പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ട് അടിച്ച് തല പൊട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ലല്ല, അതൊന്നും ഒരു ശരിയായ ന്യായീകരണമല്ല. ആ ദൃശ്യം ഇപ്പൊ കാണിക്കുന്നത് വെറുതെ ആ മനുഷ്യനെ ഇട്ട് തല്ലുന്നതിന്റെ ദൃശ്യമാണ്. വീട്ടിൽ കിടക്കില്ലല്ലോ. രാഷ്ട്രീയ നേതാക്കൾ വീട്ടിലാണോ കിടന്നുറങ്ങുന്നത്? ഞാൻ പറഞ്ഞിട്ട് പറയാം. പിന്നെ അടിക്കാൻ പോയ 2 പോലീസുകാർ അവിടെ തല ഇറങ്ങി വീണു. അതന്നെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമത്തിന് ആരും അനുകൂലിക്കുന്നില്ല. അവർ രണ്ടുപേരും ഇപ്പൊ മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു സ്ത്രീയുടെ പുറയിൽ കല്ലെടുത്തെറിഞ്ഞു. അവരും മെഡിക്കൽ കോളേജിലുണ്ട്. ആ കല്ല് പേടിക്കൊന്നും മേളിലാണ്ട് വീണതാണ്. ഈ കോൺഗ്രസ്സുകാർ എത്ര നല്ല ആൾക്കാരാണ്. അവരെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഈ കാണുന്ന ദൃശ്യത്തിൽ നിന്ന് പക്ഷേ ഏതായാലും അബിൻ വർക്കി ആരെയും പോലീസിനെ അങ്ങോട്ട് തിരിച്ചടിക്കുന്നതൊന്നും കാണുന്നില്ല. തോമസ് മാത്യു എന്ന ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അടിച്ച് കാലൊടിക്കണം എന്നാണ് തോമസ് മാത്യു പറയുന്നത്. അതേസമയം ജോൺസൺ TK എന്നൊരാൾ കൂടി പ്രതികരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ജോൺസൺ പറയുന്നത്. അപ്പോൾ ഇത് നാളെ മറ്റവർക്ക് തിരിച്ചു കിട്ടുമെന്ന് ഓർക്കണം എന്നായിരിക്കാം ഒരുപക്ഷെ ജോൺസൺ യൂട്യൂബിലൂടെ ഓർമ്മിക്കുന്നത്. അതേസമയം തോമസ് മാത്യു അടി കണ്ട് രസിക്കുന്നയാളാന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്ന അടിച്ച് കാലൊടിക്കണം എന്നാണ് പറയുന്നത്. വിജയൻ എന്നൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയന് എന്ത് തോന്നുന്നു? ഈ പോലീസിന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കാണുമ്പോൾ മാത്രമേ ഈ അടിക്കാൻ തോന്നുള്ളൂ, അതോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ കാണുമ്പോൾ അടിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാകും? അതെ സാറേ, ഇത് എന്നാ വെച്ചാൽ ഇത് നീതികേടിന് കുടപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുന്നത്. അതിന് അവരുടെ അത് യഥാർത്ഥത്തിൽ രാജഭരണമായത്. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ ഓച്ചാൻ ജീവിക്കുന്ന കുറെ കിങ്കരന്മാരും ഇവരിത് ചെയ്ത് കാരണം ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കേരളത്തിൽ
തീർന്നു പോകും. അവർക്ക് കൂടെ ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാർ ഈ കേരളത്തിൽ തീർന്നു പോകും. അവസാനം ഇതിന് ഈ മുഖ്യമന്ത്രിക്ക് ഒരു അവാർഡും കൂടെ കൊടുക്കണ്ടേ ഗതികേട് ഉണ്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. യെസ്, വ്യക്തമാണ്. ഷാജഹാൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ ഷാജഹാൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊഴിഞ്ഞാമ്പാറയിൽ നിന്നാണ് വിളിക്കുന്നത്. പാലക്കാടിൻ്റെ തമിഴ്നാടിൻ്റെയൊക്കെ ഒരു അതിർത്തി പ്രദേശമാണ് കൊഴിഞ്ഞാമ്പാറ, അല്ലേ? യെസ്. ശ്രീ ഷാജഹാന് എന്ത് തോന്നുന്നു? ഈ സംഘർഷം എന്തിലേക്കുള്ള സൂചനയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? ഇത് കാണുമ്പോ ഈ പോലീസുകാര് നമ്മളെ എല്ലാ പോലീസുകാരും ഒന്നേ കാണാൻ പറ്റും. ചില പോലീസുകാരിലുണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പോലീസുകാര്. ചിലരങ്ങനെയല്ല എന്നുള്ളതാണ് അല്ലേ? അല്ല, അതല്ല. ഈ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയം എല്ലാ ഭരണം മാറുമ്പോൾ അവരുടേതായിട്ട് ഒത്താശയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില പോലീസുകാരുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും വ്യക്തമാണ്. തോമസ് മാത്യു വീണ്ടും എഴുതുന്നു, ആർജവമുള്ള സർക്കാർ, ബിഗ് സല്യൂട്ട് എന്നാണ്. ഏതായാലും ആളുകളെ നല്ല അടി കൊടുക്കുന്നതിനെ ആർജവം എന്നാണ് തോമസ് മാത്യു വിളിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശശിധരൻ വയലാറിൽ നിന്നാണ് ചേരുന്നത്. ശശിധരൻ, ഈ KPCC നേതാവിൻ്റെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് വാക്ക് പക്ഷേ ഇന്ന് കേൾക്കുമ്പോൾ അത്ര ഒരു സുഖകരമായ ഒരു രാഷ്ട്രീയ പ്രയോഗമായി അതിനെ എനിക്ക് തോന്നുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു, അദ്ദേഹത്തിന് അത് വൈകാരികമായൊരു വിഷയമായിരിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള അടി എന്നുള്ള തരത്തിൽ പോലീസുകാരെ ഞങ്ങൾ വീട്ടിൽ പോയി അടിക്കും എന്നൊക്കെ, അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രയോഗമാണോ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം? അത് വേണോ? അത് ഹലോ മനു അത് അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രയോഗമായിട്ട് കണ്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് അതൊന്നും കാണാനില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നല്ല തല്ല് കിട്ടിയാലേ ഭാവിയിൽ നല്ല നേതാവാകാനൊക്കെ ഉള്ളൂ. കാരണം തല്ലിയാൽ മാത്രമേ പോലീസിൽ നല്ല സ്ഥാനമാനം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇതിനെ എന്നെ പോലുള്ളവർ കാണുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ എല്ലാം പോകും. ഇത് 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. ഈ 3-4 ദിവസം കഴിഞ്ഞാൽ ഓണങ്ങ് മുറിയുമ്പോൾ ഇതിന്റെ ഒക്കെ ആയുസൊക്കെ കെട്ടടങ്ങി പോകും. ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. രാഷ്ട്രീയക്കാർക്ക് ഓരോ വിഷയം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതിപ്പോ അൻവറായിട്ട് കൊണ്ട കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൈകാര്യം ചെയ്യേണ്ടത് അൻവറിനായിട്ട് മാറിയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ശ്രീ ഇതയം മുരളി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരളി, ഈ വെടി പൊട്ടിച്ചത് അൻവറാണ്, ഭരണപക്ഷത്തെ MLA ആണ്. പക്ഷേ അത് ഏറ്റുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് അത് മുഴുവനായി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും അൻവറിൻ്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷം. ശ്രീ ഇതയം മുരളി, ഇത് എങ്ങനെയാണ് കാണുന്നത് ഈ വിഷയത്തെ? സാറേ നമസ്കാരം, ഇടയം മുരളിയാണ് കൊല്ലത്തുനിന്ന്. കേട്ടു. പിന്നെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഏതൊരു പ്രശ്നത്തിനെതിരെയും സമരം ചെയ്യാനുള്ള ഒരു അവകാശം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തുണ്ട്. അതെ. ആ സമരത്തെ സമാധാനപരമായിട്ട് നേരിടേണ്ട ഒരു ചുമതല സംസ്ഥാന പോലീസിനുള്ളതാണ്. അപ്പൊ ഇവര് യൂത്ത് കോൺഗ്രസുകാർ വെറുതെ വന്ന് സമരം ചെയ്തതല്ല. അപ്പോഴ് ഇങ്ങനെ തലയടിച്ച് പൊട്ടിച്ചതില് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് പറയട്ടെ, നാഷണൽ ജനതാദളിന്റെ സംസ്ഥാന കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ ഞാൻ ശക്തമായ പ്രതിഷേധം കൂടി അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ തുറന്നു പറയാം. ഈ സമരം ആവശ്യമായ ഒരു സമരമാണ്. കാര്യം പിന്നെ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിവിസഹിതം ഭരണകക്ഷികളോട് MLA വന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ സമരം തുടർന്നത്. സ്വാഭാവികമായി ഈ സമരത്തിനെ അടിച്ചൊതുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉദ്ദേശം. അങ്ങനെ അടിച്ചൊതുക്കിയാലും ഈ സർക്കാരും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. അതിന് UDF ഒരു കാരണവശാലും അതിന് അനുവദിക്കത്തില്ല. യൂത്ത് കോൺഗ്രസ് ശക്തമായ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ. അത് സാമാന്യ ബോധമുള്ളവർക്കറിയാം. അത് ഭരണപക്ഷം എത്ര അടിച്ചൊതുക്കിയാലും ഈ സമരം ഇവിടെ അവസാനിക്കുമെന്ന് കരുതണ്ട. അത് ഈ കോൺഗ്രസിന്റെ തന്നെ നേതാവായ K. സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമരസ്ഥലത്ത് ചെന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ കാര്യം പറഞ്ഞത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ശ്രീ വിക്രമൻ വിളിക്കുന്നത് അടൂരിൽ നിന്നാണ് അല്ലേ? അതെ. സാറേ, എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നുണ്ട്. അതായത് പോലീസുകാർ ചുമ്മാ സമരം ചെയ്തവരെ അടിച്ചല്ലോ സാറേ. നിങ്ങളെ പിന്നെ TV തന്നെ കാണിക്കുന്നുണ്ട് പോലീസുകാരെ അടിക്കുന്നത്. പൊടി കെട്ടിക്കൊണ്ടുവന്ന വടി കൊണ്ട് അടിക്കുന്നത് കണ്ട് ഒരു പെൺകുട്ടിയെ പിന്നെ ബാരിക്കേഡിന്റെ പുറത്തൂടെ
അപ്പുറത്തിടാൻ നോക്കുന്നു. ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാറേ പോലീസുകാരും മനുഷ്യരില്ലേ സാറേ, അവർക്ക് മേലുണ്ട് അവർ. അല്ല, ഈ മനുഷ്യര് പക്ഷേ വേറെ പാർട്ടിയിലുള്ള ആളുകൾ ഇടത് സംഘടന അനുകൂലികൾ ചെയ്യുമ്പോ കാണുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ പോലീസ് മർദ്ദിക്കുന്നതൊക്കെ ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ ഈ SFIയോ DYFIയോ പ്രതിഷേധിക്കുമ്പോൾ ഈ ആർജവം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വെറുതെ സംശയിച്ചു പോകുന്നേ ഉള്ളൂ. അല്ല, എത്രയോ അടി വാങ്ങിച്ചിട്ടുള്ള DYFIക്കാരോ അല്ല, അത് അവരുടെ പാർട്ടി ഭരിക്കുമ്പോഴല്ല. ഈ എതിർ പാർട്ടിയെ അടിക്കാനായി ഉപയോഗിക്കുന്ന ഒരു വടിയായി പോലീസ് മാറണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ല, സമാധാനമായിട്ട് സമരം ചെയ്തല്ല ആർക്കും അടിയുമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും. ഇത് പിന്നെ തന്നെ സാറ് കാണില്ലേ, ഒരു പെൺകുട്ടി അതിന് മണ്ടിക്കുട്ടി അപ്പുറത്തിരുന്നത് പോലീസുകാരെ തല്ലുന്നത്. അപ്പൊ പിന്നെ പോലീസുകാരെ തന്നെ പോലീസുകാരെ തിരിച്ചടിക്കല്ലോ. ഇത് പറഞ്ഞിട്ട് സുധാകരൻ എന്തറിയോ, വെടിവെച്ചിട്ടാലും. അല്ല, ഇതൊക്കെ എനിക്ക് ഇപ്പൊ ഇത് വളരെ വിചിത്രമായി തോന്നുന്നത്, ഈ ഇടതുപക്ഷ അനുകൂലികളായ ആളുകൾ ഈ സമരങ്ങളിൽ മർദ്ദനമേൽക്കുമ്പോൾ അത് പോലീസിനെ ന്യായീകരിക്കുമ്പോൾ അവർക്ക് ഇതിനു മുമ്പുണ്ടായ സമരങ്ങളിൽ അടി കിട്ടിയത് എങ്ങനെയാണ് എന്ന് കൂടി പറയാൻ ബാധ്യസ്ഥരാണ്. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനു മുന്നേ സുരേന്ദ്രൻ KB എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. പോലീസുകാരും മനുഷ്യരാണ്, അവരെ അടിക്കുമ്പോൾ അവരും തിരിച്ചടിക്കും, അതിലൊരു തെറ്റുമില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അതേസമയം ഇസ്മയിൽ ഷഹീറ നമ്മുടെ പ്രേക്ഷകൻ ഇതയം മുരളിക്ക് ഒരു സ്മൈലി അയച്ചിട്ടുണ്ട്. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മുരളി എന്ന് പേരെഴുതുകയും ഒരു സ്മൈലി ഇടുകയും ചെയ്തു. അതായത് ചെറിയൊരു ഇടവേള അനിവാര്യമായി വരികയാണ്. പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം ചെറിയ ഇടവേളയിലേക്ക്. പൊതുവേദി തുടരുകയാണ്. പൊതുവേദിയിലേക്ക് തുക്കി VK എന്നൊരു പ്രേക്ഷകൻ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ഡിയർ ന്യൂസ് 18 കേരളം, വീഡിയോയുടെ ക്ലാരിറ്റി കൂടണം എന്നാണ് തുക്കി ആവശ്യപ്പെടുന്നത്. ഏതായാലും അത് ഇതിൻ്റെ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി നമ്മൾ പങ്കുവയ്ക്കാം. അതെന്താണ് പ്രശ്നം എന്ന് നോക്കുകയും ചെയ്യാം. തുക്കി ആ നമ്പർ ഇട്ടാൽ ഇവിടെ നിന്ന് തുക്കിയെ ബന്ധപ്പെടുന്നതായിരിക്കും. പച്ചാളം ബാസി എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നൽകിയിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നാണ് ബാസി പറയുന്നത്. ഏതായാലും അതൊരു നല്ല രീതിയല്ല ശ്രീ ബാസി. പോലീസുകാരെ ഒറ്റയ്ക്ക് പോയി വീട്ടിൽ നേരിട്ടോളാം എന്ന് പറയുന്നതല്ല ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. രാഷ്ട്രീയപരമായി കാര്യങ്ങളെ നേരിടുമ്പോൾ അങ്ങനെ ആ നിലയ്ക്ക് ഒരു വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് കാര്യം കൊണ്ടുപോകാതെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് കൂടുതൽ പ്രസക്തി എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ദീപു, വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തി പ്രാപിക്കും എന്നാണ് കരുതേണ്ടത്. ഇത് അടിച്ചൊതുക്കുന്നു എന്ന പ്രയോഗത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? മനു, നിങ്ങളുടെ ചാനലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു സമരം നടക്കുമ്പോൾ ആദ്യം ഹസം വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു, ഒരു സാധനം അവിടെ നടക്കുന്നില്ല. ഇവര് വീണ്ടും പ്രകോപിപ്പിക്കുന്നു, ചാടാൻ നോക്കുമ്പോൾ പോലീസുകാരെ ആക്രമിക്കാൻ നോക്കുന്നു, പോലീസുകാരെ അപ്പോഴൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം 7 തവണയാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. 7 തവണ. അപ്പൊ 7 തവണ പ്രയോഗിക്കണമെങ്കിൽ ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ തന്നെ എഴുതി കാണിക്കുന്നു പോലീസിന് നേരെ കയ്യേറ്റം എന്ന്. മനു വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കിക്കോ. ഞാൻ തന്നെ പോലീസ് നേരെ കയ്യേറ്റം ഉണ്ടായെന്നും സംഗതികൾ എറിഞ്ഞെന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ 7ാമത്തെ പ്രയോഗത്തിന് ശേഷം ഇവർ നേരിട്ട് കാരണം ഇവർക്ക് അവിടെ ഒരു അടി ഉണ്ടാക്കണം, ലാത്തി ചാർജ് ഉണ്ടാക്കണം. പോലീസ് സംയമനത്തോടെയാണ് നിന്നിരുന്നത്. അവിടെ പോലീസിനെ തള്ളുന്നു, മാറ്റുന്നു. ഒന്നും ഉണ്ടായില്ല. അവരെറിഞ്ഞപ്പോ തിരിച്ച് നല്ല അടി കൊടുത്തു. അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? ആക്രമിച്ചത് കണ്ടില്ലേ മനു? കണ്ടില്ലേ? ഇല്ല, ആ റീവൈൻഡ് ഒന്നും ചെയ്യേണ്ടെന്ന്. ഞാൻ അത് അടി കൊണ്ടതും എല്ലാം കണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങൾ മറ്റാളുകൾ ജീപ്പിന്റെ പുറത്ത് കയറുമ്പോഴും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒന്നും നമ്മൾ കോഴിക്കോട് സർവകലാശാലയിലൊക്കെ കണ്ടല്ലോ പ്രതിഷേധം. അപ്പൊ ഈ പോലീസിന്റെ ഈ വീര്യം എവിടെ? ആളുകളെ പോലീസിനെ അടിച്ച് ആശുപത്രിയിലാക്കിയോ? അന്നത്തെ പ്രതിഷേധത്തിന്റെ രീതി നമ്മൾ കണ്ടതല്ലേ ദീപു? ഇത് പിന്നെ എന്തിനാണ് ഈ ജീപ്പിന് മുകളിൽ കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കേട്ടാത്തൊന്നും ഇതുവരെ ആർക്കും അടി ഏറ്റവും അധികം വാങ്ങിച്ചിട്ടുള്ളത് ആരാണ് ദീപു? അടി ഏറ്റവും കൂടുതൽ കേരളത്തിൽ വാങ്ങിച്ചിട്ടുള്ള ആരാണ്? അവര് എന്താണ് മര്യാദക്കുള്ള സമര പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി വളരെ ശാന്തമായി വെടിവെച്ച് കൊന്നതാണ്.
ഉണ്ട്. അത് പ്രതിഷേധങ്ങളുടെ ഭാഗമായല്ലേ? SFIക്കാർ സമരം നടത്തിയപ്പോഴേ വെടിവെക്കാനായിട്ട് രാജശേഖരൻ എന്ന് പറയുന്ന അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വെടിയേറ്റ് മരിച്ച 5 പേർ വെടിയേറ്റ് മരിച്ച സംഭവമില്ലേ നമ്മൾ കൂത്തുപറമ്പിൽ ഓർക്കുന്നില്ല. അപ്പൊ പ്രതിഷേധിക്കുക എന്ന അവകാശത്തിന് വേണ്ടി എത്രയോ കാലം നിലകൊണ്ട നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ അതിനൊക്കെ മാറി ഇങ്ങനെ അടിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടതേ ഉള്ളൂ. പോലീസുകാരന്റെ അടുത്ത് പോയിട്ട് പോലീസുകാരനെ ആക്രമിച്ച് അടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ SFIക്കാര് അല്ലെങ്കിൽ DYFIയോ ഞങ്ങളെ അടിച്ചെന്നല്ല, അവര് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, അതിന് സമരം ചെയ്തിട്ടുണ്ട്. ഇത് അവരെ പോയി കിട്ടാതെ ഇത് ദീപുവിനെ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങൾ ചെയ്യുമ്പോ അത് വലിയ കാര്യവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് നേരെ മറിച്ചും പറയരുത്. പ്രതിഷേധിക്കുക എന്നത് കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളതാണ്. അതിനെതിരെ പോലീസ് ഒരു നിലപാടെടുക്കുകയും പോലീസ് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു വിഭാഗത്തിന് കൊള്ളുമ്പോൾ അത് പോലീസിന്റെ കാട്ടുനീതി എന്ന് പറയുകയും തിരിച്ച് മനു എന്നെ പറയാൻ അനുവദിക്കണം. അതായത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പോലീസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നുമില്ല, ഇവിടെ കിടന്ന് ഇതുപോലെ കരഞ്ഞിട്ടൊന്നുമില്ല, ഇത് അടിക്കുന്നേ പിച്ചുന്നേ മാഞ്ചുന്നേന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ അതാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ കോഴിക്കോട് സർവകലാശാലയിൽ പെൺകുട്ടിയെ അങ്ങനെ പരിലാളിച്ച് കൊണ്ടുപോകുന്നത് കണ്ടല്ലോ. തല്ലുന്നു എന്ന് പറഞ്ഞ് പിച്ചിയെ എന്നെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഏതായാലും ദീപുവിന് ഈ അധികം സമയം കൊടുക്കുന്നത് വലിയൊരു ആരോപണമുണ്ട്. ദീപുവിന്റെ വാക്കുകൾ ഏതായാലും വ്യക്തമാണ്. ഞാൻ അടുത്ത പ്രേക്ഷകനിലേക്ക് പോവുകയാണ്. ബിജു റെജിയാണ് വരുന്നത്. റെജിയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതിൽ ഇസ്മയിൽ എന്നൊരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നു, ഇതിലും വലിയ അടി വാങ്ങിയവരാണ് LDFകാർ എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം VK രാജീവൻ്റെ ഒരു പ്രതികരണം ഉണ്ട്. പ്രതികരിക്കാനും സമരം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്, പോലീസിനെ പ്രകോപിപ്പിക്കാൻ പാടില്ല പക്ഷേ എന്ന് VK രാജീവൻ പറയുന്നു. അത് എനിക്ക് തോന്നുന്നത് വളരെ ശരിയായ ഒരു പ്രതികരണമാണ്. പ്രതികരിക്കുക, ഒപ്പം തന്നെ സമരം ചെയ്യാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ പ്രകോപനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഒരു സമാധാനപരമായ ഒരു സമരത്തിനാണ് കൂടുതൽ കരുത്ത് എന്നതാണ് വ്യക്തം. ഏതായാലും റഫീഖ് എന്നൊരു പ്രേക്ഷകൻ കൂടി SFIയും DYFIയും പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയതുപോലെ മറ്റേതെങ്കിലും വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രതിഷേധിക്കാനും പോരാടാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് റെജി കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ചക്കരക്കല്ലിൽ നിന്നാണ് വിളിക്കുന്നത്. യെസ്. ശരി റെജി, എന്താണ് പൊതുപ്രവർത്തകനാണോ? പൊതുപ്രവർത്തകനല്ല, നിഷ്പക്ഷമായിട്ട് ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പൗരനാണ്. അതെ അതെന്താ സാറേ, അതായത് പോലീസിന് രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല സാറേ. പോലീസിന്റെ നേർക്ക് ഒരു പ്രയോഗം ഇല്ലാണ്ട് വെറുതെ അടിക്കൂലെന്ന് സാറേ. പിന്നെ കോൺഗ്രസിന് ഇപ്പം കുറച്ച് ഒരു പ്രശ്നം നടത്തണമെന്നുള്ള രൂപത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. കാരണം എപ്പോഴും അതായത് കണ്ണൂര് SP ഓഫീസ് മാർച്ച് നടത്തിയിട്ട് താവക്കര സ്കൂള് ആക്രമിച്ച് അടിച്ചു തകർത്ത ഒരു പാരമ്പര്യം അവർക്കുണ്ട്. കണ്ണൂർ താവക്കര കുറച്ച് വർഷമായി, 22-25 വർഷത്തോളമായി. അവർക്കൊരു പേര് കേട്ടോണ്ടിട്ടായിരിക്കും പോലീസുകാർക്ക് അതായത് പോലീസുകാർ ഉപദ്രവിക്കാണ്ടൊന്നും പോലീസുകാർ തിരിച്ച് ആക്രമിക്കില്ലെന്ന് സാറേ. എനിക്ക് തോന്നുന്നില്ല ഈ അബിൻ പോലീസിന് നേരെ ആളുകൾ ആക്രമിക്കുന്ന ഒരു ദൃശ്യം ഞങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ അബിൻ വർക്കിയെ ഇങ്ങനെ വളഞ്ഞിട്ടടിക്കുമ്പോൾ അബിൻ വർക്കി അങ്ങോട്ട് പോലീസിനെ ആക്രമിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഏതായാലും അത് എൻ്റെ വ്യക്തിപരമായ ഒരു സംശയമാണ്. ഞാൻ അബിൻ വർക്കിയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെയോ പിന്താങ്ങുന്ന ഒരാളല്ല. ഞാൻ പൊതുവേ ഇത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും റെജി വളരെ നന്ദി ചക്കരക്കല്ലിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് ചർച്ചയ്ക്ക് വയ്ക്കുകയുണ്ടായി. ഈ പ്രതിഷേധത്തെ അടിച്ച് ഒതുക്കാനുള്ളൊരു നീക്കം ഉണ്ടായോ എന്നാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ വെച്ച ചോദ്യം. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ ഇത് അടിച്ചൊതുക്കാനുള്ളൊരു നീക്കമാണ് ഉണ്ടായത് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. 88% ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. അതേസമയം 12% ആളുകൾ ഇത് പോലീസ് ചെയ്തത് വളരെ ക്രിയാത്മകമായ ഒരു കാര്യമാണ്, അവർക്ക് നേരെ അക്രമം ഉണ്ടായപ്പോഴാണ് അവർ തിരിച്ചടിച്ചത് എന്ന നിലപാടുള്ളവരാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും യൂത്ത് കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത് ഈ പോളിംഗിൽ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും എത്തും. നന്ദി.